ഹായ് എല്ലാവർക്കും SCRT സമഗ്രയിലേക്ക് സ്വാഗതം. 2026 ജനുവരിയിലെ പ്രധാന കറന്റ് അഫയേഴ്സ് വായിക്കുന്നത്. ചൈനയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അരി ഉൽപാദക രാജ്യമായിട്ട് മാറിയത് ഇന്ത്യയാണ്. ചൈനയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അരി ഉൽപാദക രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. 2026 ജനുവരി 26-ന് ആദ്യ പരീക്ഷണ ഓട്ടം നടത്തുന്ന ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂൽ ട്രെയിനാണ് നമോ ഗ്രീൻ ട്രെയിൻ. ഏതാണ്? നമോ ഗ്രീൻ ട്രെയിൻ ആണ്. 2026 ജനുവരി 26-ന് ആദ്യ പരീക്ഷണ ഓട്ടം നടത്തുന്ന ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂൽ ട്രെയിനാണ് നമോ ഗ്രീൻ ട്രെയിൻ. കോച്ചുകളുടെ നിർമ്മാണം നടത്തിയത് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയാണ്. വേഗത 140 കിലോമീറ്റർ ആണ്. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായതാരാണ്? അത് മോഹൻലാലാണ്. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറാണ് മോഹൻലാൽ. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറാണ്. ഇന്ത്യയുടെ 4ാമത്തെ ആണവോർജ്ജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് INS അരിസുധൻ. ഇന്ത്യയുടെ 4ാമത്തെ ആണവോർജ്ജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് INS അരിസുധൻ. ബഹിരാകാശത്തിലെ പൊടിപടലം ഭൂമിയെ ബാധിക്കുന്നുവെന്ന് കണ്ടെത്തിയ ISROയുടെ ദൗത്യം ഏതാണ്? അത് പോയം എന്നുള്ളത് PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മോഡ്യൂളിന്റെ ഭാഗമായ ഡെക്സ് എന്നുള്ളത് ഫുൾ ഫോം ഡസ്റ്റ് എക്സ്പെരിമെന്റ് കേട്ടോ. ഡസ്റ്റ് എക്സ്പെരിമെന്റ് ആണ് കണ്ടെത്തിയത്. ബഹിരാകാശത്തിലെ പൊടിപടലം ഭൂമിയെ ബാധിക്കുന്നുവെന്ന് കണ്ടെത്തിയ ISROയുടെ ദൗത്യമാണ് പോയമിന്റെ ഭാഗമായ ഡെക്സ്. സർക്കാർ ആശുപത്രികളിലെ ലേബർ റൂമുകളിൽ നടപ്പിലാക്കുന്ന ഡ്രസ് കോഡാണ് പിങ്ക് നിറം കേട്ടോ. പിങ്ക് നിറാണ് സർക്കാർ ആശുപത്രികളിലെ ലേബർ റൂമുകളിൽ നടപ്പിലാക്കുന്ന ഡ്രസ് കോഡാണ് പിങ്ക് നിറം. കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന വസ്തുക്കൾ നീക്കാനും തീയണക്കൽ അടക്കമുള്ള രക്ഷാദൗത്യങ്ങൾ നടപ്പിലാക്കാനും ലക്ഷ്യമിട്ട് തീരദേശ സേനയ്ക്കായിട്ട് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കപ്പലാണ് ICGS സമുദ്രപ്രതാപ്. ICGS സമുദ്രപ്രതാപ്. എന്താണ് ഇമ്പോർട്ടൻസ്? കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന വസ്തുക്കൾ നീക്കാനും തീയണക്കൽ അടക്കമുള്ള രക്ഷാദൗത്യങ്ങൾ നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് തീരദേശ സേനയ്ക്കായിട്ട് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കപ്പലാണ് ICGS സമുദ്രപ്രതാപ്. ഇത് കമ്മീഷൻ ചെയ്തത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. നിർമ്മിച്ചത് ഗോവ ഷിപ്പ്യാർഡ് ആണ്. തീരദേശ സേന കപ്പലിൽ ആദ്യമായിട്ട് 2 വനിതാ ഓഫീസർമാരെ നിയമിച്ചത് ICGS സമുദ്രപ്രതാപിലാണ്. തീരദേശ സേന കപ്പലിൽ ആദ്യമായിട്ട് 2 വനിതാ ഓഫീസർമാരെ നിയമിച്ചത് ICGS സമുദ്രപ്രതാപിലാണ്. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലാണിത്, ICGS സമുദ്രപ്രതാപ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് കുട്ടികൾക്ക് സ്കൂളിലും നാട്ടിലും കളിക്കാൻ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹം പദ്ധതി. കുട്ടികൾക്ക് സ്കൂളിലും നാട്ടിലും കളിക്കാൻ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് സ്നേഹം പദ്ധതി. ഇന്ത്യൻ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച രാജ്യത്തെ ആദ്യത്തെ 3D പ്രിന്റഡ് ഓട്ടോമാറ്റിക് കാലാവസ്ഥ സ്റ്റേഷനുകൾ നിലവിൽ വരുന്നത് ഡൽഹിയിലാണ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ഓട്ടോമാറ്റിക് കാലാവസ്ഥ സ്റ്റേഷനുകൾ നിലവിൽ വരുന്നത് ഡൽഹിയിലാണ്. മിഷൻ മൗസം പദ്ധതിക്ക് കീഴിൽ ഏതാണ് മിഷൻ മൗസം പദ്ധതി കേട്ടോ. ആ മിഷൻ മൗസം പദ്ധതിക്ക് കീഴിൽ പൂനെ ആസ്ഥാനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിലെ ശാസ്ത്രജ്ഞനാണ് വികസിപ്പിച്ചത്. ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ വികസിപ്പിച്ച രാജ്യത്തെ ആദ്യത്തെ 3D പ്രിന്റഡ് ഓട്ടോമാറ്റിക് കാലാവസ്ഥ സ്റ്റേഷൻ വരുന്നത് ഡൽഹിയിലാണ്. ഈ മിഷൻ മൗസം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2025 ജനുവരി 14-നാണ് മിഷൻ മൗസം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. മിഷൻ മൗസം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2025 ജനുവരി 14-നാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ഉഷ്ണമേഖല രസം അധിഷ്ഠിത റെയിൻബോ ട്രൗട്ട് ഫാം ഉദ്ഘാടനം ചെയ്തത് തെലങ്കാനയിലെ ഹൈദരാബാദിലാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ഉഷ്ണമേഖല രസം അധിഷ്ഠിത റെയിൻബോ ട്രൗട്ട് ഫാം ഉദ്ഘാടനം ചെയ്തത് ഹൈദരാബാദിലാണ്. വളരെ അപൂർവമായ സാൻഡൽവുഡ് ലിയോപാർഡിനെ ആദ്യമായിട്ട് കണ്ടെത്തിയ ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് കർണാടക. വളരെ അപൂർവമായ സാൻഡൽവുഡ് ലിയോപാർഡിനെ കണ്ടെത്തിയ ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് കർണാടക. ഇന്ത്യൻ സൈന്യം 2026-നെ ഏത് വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? ഇന്ത്യൻ സൈന്യം 2026-നെ ഏത് വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? നെറ്റ്വർക്കിംഗിന്റെയും ഡാറ്റ കേന്ദ്രീകരണത്തിന്റെയും വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്. 2026 ഇന്ത്യൻ സൈന്യം ഏത് വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? നെറ്റ്വർക്കിംഗിന്റെയും ഡാറ്റ കേന്ദ്രീകരണത്തിന്റെയും വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്. മിസോറാമിൽ നിന്ന് കണ്ടെത്തിയ പുതിയ പാമ്പ് ഇനമാണ് കലമരിയ മിസോറമസിസ്. കലമരിയ മിസോറമസിസ് എന്നുള്ളത് ഏത് ഇനം ജീവിയാണ്? പാമ്പ് ഇനം കേട്ടോ. മിസോറാമിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം പാമ്പാണ് കലമരിയ മിസോറാമസിസ്. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി അധിഷ്ഠിത AI ക്ലിനിക്കാണ് ജിംസ് നോയിഡ. GIMS നോയിഡയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി അധിഷ്ഠിത AI ക്ലിനിക്ക് എവിടെയാണ്? ജിംസ് നോയിഡ, GIMS നോയിഡയിലാണ്. 2026 ജനുവരി 3-ന് അന്തരിച്ച ഇവാ ഷ്ലോസ് ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? ആൻ ഫ്രാങ്കിന്റെ അർദ്ധ സഹോദരിയും ഹോളോകാസ്റ്റ് അതിജീവിതയുമാണ് ഇവാ ഷ്ലോസ്.
ആൻ ഫ്രാങ്കിന്റെ അർദ്ധ സഹോദരിയും ഹോളോകോസ്റ്റ് അതിജീവിതയുമാണ് ഇവാ ഷ്ലോസ് കേട്ടോ, ഇവാ ഷ്ലോസ്. ആൻ ഫ്രാങ്ക് അന്തരിച്ച വർഷം ഏത് വർഷം അറിയോ? 1945 ആൻ ഫ്രാങ്ക് അന്തരിച്ചത്. ഇവാ ഷ്ലോസ് ആൻ ഫ്രാങ്ക് ട്രസ്റ്റ് യുകെയുടെ സഹസ്ഥാപക കൂടിയാണ് ഇവർ കേട്ടോ. ആരാണ്? ഇവാ ഷ്ലോസ്. പാകിസ്ഥാൻ വികസിപ്പിച്ചെടുത്ത ക്രൂയിസ് മിസൈലാണ് തൈമൂർ. തൈമൂർ എന്നുള്ളത് ഏത് രാജ്യത്തിന്റെ ക്രൂയിസ് മിസൈലാണ്? പാകിസ്ഥാൻ വികസിപ്പിച്ചെടുത്ത ക്രൂയിസ് മിസൈലാണ് തൈമൂർ. കേരളത്തിലെ മാലിന്യ സംസ്കരണ പദ്ധതി പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കാനും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ രീതികളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കാനുമായിട്ട് ആകാശവാണി ആരംഭിക്കുന്ന പ്രതിവാര റേഡിയോ പരിപാടിയുടെ പേരാണ് മാലിന്യമുക്ത നവകേരളം. മാലിന്യമുക്ത നവകേരളം. കേരളത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കാനും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ രീതികളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കാനുമായിട്ട് ആകാശവാണി ആരംഭിക്കുന്ന പ്രതിവാര റേഡിയോ പരിപാടിയുടെ പേരാണ് മാലിന്യമുക്ത നവകേരളം. പരിപാടിയുടെ സ്പോൺസറാണ് ശുചിത്വ മിഷനാണ് പരിപാടിയുടെ സ്പോൺസർ. ആഴ്ചയിൽ ഒരിക്കൽ 15 മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടിയാണ് മാലിന്യമുക്ത നവകേരളം പരിപാടി. 2026 ജനുവരിയിൽ ഇന്ത്യ സന്ദർശിക്കുന്ന ജർമ്മൻ ചാൻസലറാണ് ഫ്രെഡറിക് മേഴ്സ്. 2026 ലൗഡി എന്ന മിസൈൽ നശീകരണ കപ്പൽ കമ്മീഷൻ ചെയ്ത രാജ്യം ഏത് രാജ്യമാണ്? അത് ചൈനയാണ്. 2026 ലൗഡി എന്ന മിസൈൽ നശീകരണ കപ്പൽ കമ്മീഷൻ ചെയ്ത രാജ്യം ചൈനയാണ്. 2026 വർഷത്തിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് സംപ്രേഷണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏത് രാജ്യമാണ്? 2026 വർഷത്തിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് സംപ്രേഷണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത് ബംഗ്ലാദേശാണ്. അടുത്തിടെ അന്തരിച്ച മുൻ ലോക ബില്യാർഡ്സ് ചാമ്പ്യനാണ് മനോജ് കോത്താരി. അടുത്തിടെ അന്തരിച്ച മുൻ ലോക ബില്യാർഡ്സ് ചാമ്പ്യനാണ് മനോജ് കോത്താരി. 72ാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തത് വാരണാസിയിലാണ്. 72ാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തത് വാരണാസിയിലാണ് കേട്ടോ. 2026 T20 ലോകകപ്പില് ഒമാൻ ടീമിന്റെ ക്യാപ്റ്റനാകുന്ന ഇന്ത്യൻ വംശജനാണ് ജതീന്ദർ സിംഗ്. 2026 T20 ലോകകപ്പിൽ ഒമാൻ ടീമിന്റെ ക്യാപ്റ്റനാകുന്ന ഇന്ത്യൻ വംശജനാണ് ജതീന്ദർ സിംഗ് ആണ്. രണ്ടാമത് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ വേദി ദാമൻ ആൻഡ് ദിയോ ആണ്. രണ്ടാമത് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ വേദി ഏതാണ്? ദാമൻ ആൻഡ് ദിയോ. 2026 T20 ലോകകപ്പിൽ ഒമാൻ ടീമിന്റെ ക്യാപ്റ്റനാകുന്ന ഇന്ത്യൻ വംശജനാണ് ജതീന്ദർ സിംഗ് കേട്ടോ. ജതീന്ദർ സിംഗിനാണ് ഒമാൻ ടീമിന്റെ ക്യാപ്റ്റനാകുന്ന ഇന്ത്യൻ വംശജൻ ജതീന്ദർ സിംഗ്. രണ്ടാമത് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ വേദി ദാമൻ ആൻഡ് ദിയോ. ചൈനയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അരി ഉൽപാദക രാജ്യമായി മാറിയത് ഏത് രാജ്യമാണ്? അത് ഇന്ത്യയാണ്. 2026 ജനുവരി 26 ആദ്യ പരീക്ഷണ ഓട്ടം നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂൽ ട്രെയിനിന്റെ പേരെന്താ? അത് നമോ ഗ്രീൻ ട്രെയിൻ കേട്ടോ. നമോ ഗ്രീൻ ട്രെയിൻ ആണ്. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായ KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറാണ് മോഹൻലാൽ. ഗതാഗത വകുപ്പ് മന്ത്രിയാണ് KB ഗണേഷ് കുമാറാണ് ഗതാഗത വകുപ്പ് മന്ത്രി. ഇന്ത്യയുടെ 4ാമത്തെ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് ഏതാണ്? INS അരിസൂദൻ. ഇന്ത്യയുടെ 4ാമത്തെ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് INS അരിസൂദൻ. ബഹിരാകാശത്തിലെ പൊടിപടലം ഭൂമിയെ ബാധിക്കുന്നുവെന്ന് കണ്ടെത്തിയ ISROയുടെ ദൗത്യമാണ് പോയമിന്റെ അതായത് PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂളിന്റെ ഭാഗമായ ഡെസ്റ്റ് എക്സ്പെരിമെന്റ് ആണ്. സർക്കാർ ആശുപത്രികളിലെ ലേബർ റൂമുകളിൽ നടപ്പിലാക്കുന്ന ഡ്രസ് കോഡ് ആണെങ്കിൽ പിങ്ക് നിറാണ്. കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന വസ്തുക്കൾ നീക്കാനും തീയണക്കൽ അടക്കമുള്ള രക്ഷാദൗത്യങ്ങൾ നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ട് തീരദേശ സേനയ്ക്കായിട്ട് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കപ്പലാണ് ICGS സമുദ്രപ്രതാപ്. ICGS സമുദ്രപ്രതാപ് കമ്മീഷൻ ചെയ്തത് ആരാണ്? പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് അത് കമ്മീഷൻ ചെയ്തത്. നെക്സ്റ്റ്, കുട്ടികൾക്ക് സ്കൂളുകളിലും നാട്ടിലും കളിക്കാൻ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയുടെ പേരെന്താ? സ്നേഹം പദ്ധതി. സ്നേഹം. ഇന്ത്യൻ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച രാജ്യത്തെ ആദ്യത്തെ 3D പ്രിന്റഡ് ഓട്ടോമാറ്റിക് കാലാവസ്ഥ സ്റ്റേഷനുകൾ നിലവിൽ വരുന്നത് ഡൽഹിയിലാണ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ഓട്ടോമാറ്റിക് കാലാവസ്ഥ സ്റ്റേഷൻ നിലവിൽ വരുന്നത് ഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ഉഷ്ണമേഖല രസം അധിഷ്ഠിത റെയിൻബോ ട്രൗട്ട് ഫാം ഉദ്ഘാടനം ചെയ്തത് ഹൈദരാബാദിലാണ്. വളരെ അപൂർവമായ സാൻഡൽവുഡ് ലെപ്പാർഡിനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടെത്തിയ ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് കർണാടക. ഇന്ത്യൻ സൈന്യം 2026 ഏത് വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? നെറ്റ്വർക്കിംഗിന്റെയും ഡാറ്റ കേന്ദ്രീകരണത്തിന്റെയും വർഷം. നെറ്റ്വർക്കിന്റെയും ഡാറ്റ കേന്ദ്രീകരണത്തിന്റെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്. മിസോറാമിൽ നിന്ന് കണ്ടെത്തിയ പുതിയ പാമ്പിന്റെ പേരാണ് കലമരിയ മിസോറാമസിസ്. കലമരിയ മിസോറാമസിസ്. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി അധിഷ്ഠിത AI ക്ലിനിക്കാണ് ജിംസ് നോയിഡ. ജിംസ് GIMS നോയിഡ. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി അധിഷ്ഠിത AI ക്ലിനിക്കാണ് ജിംസ് നോയിഡയാണ്. 2026 ജനുവരി 3 അന്തരിച്ച ഇവാ ഷ്ലോസ് ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? ഇവാ ഷ്ലോസ് എന്നുള്ളത് അത് ആൻ ഫ്രാങ്കിന്റെ അർദ്ധ സഹോദരിയും ഹോളോകോസ്റ്റ് അതിജീവിയുമാണ് ഇവാ ഷ്ലോസ് കേട്ടോ. ഇവാ ഷ്ലോസ്.
ഈ തൈമൂർ എന്നുള്ളത് ഏത് രാജ്യത്തിന്റെ ക്രൂയിസ് മിസൈല? തൈമൂർ എന്നത് പാകിസ്ഥാൻ വികസിപ്പിച്ചെടുത്ത ക്രൂയിസ് മിസൈലാണ് തൈമൂർ. കേരളത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ജനകീയമാക്കാനും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ പദ്ധതി രീതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനായിട്ട് ആകാശവാണി ആരംഭിക്കുന്ന പ്രതിവാര റേഡിയോ പരിപാടിയുടെ പേരെന്താണ്? മാലിന്യമുക്തം നവകേരളം. മാലിന്യമുക്തം നവകേരളമാണ്. ജനുവരിയിൽ ഇന്ത്യ സന്ദർശിക്കുന്ന ജർമ്മൻ ചാൻസലറാണ് ഫ്രെഡറിക് മേഴ്സ് കേട്ടോ. ഫ്രെഡറിക് മേഴ്സ് ആണ്. 2026 ലൗഡി എന്ന മിസൈൽ നശീകരണ കപ്പൽ കമ്മീഷൻ ചെയ്ത രാജ്യമാണ് ചൈന. ലൗഡി എന്ന മിസൈൽ നശീകരണ കപ്പൽ കമ്മീഷൻ ചെയ്ത രാജ്യം ഇതാണ്, അത് ചൈനയാണ്. 2026 വർഷത്തിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് സംപ്രേഷണത്തിന് വിലക്കേർപ്പെടുത്തിയ രാജ്യം ബംഗ്ലാദേശാണ്. അടുത്തിടെ അന്തരിച്ച ലോക ബില്യാർഡ്സ് ചാമ്പ്യനാണ് മനോജ് കോത്താരി. മനോജ് കോത്താരിയാണ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ്, ഏത് കായിക ഇനമാണ്? ബില്യാർഡ്സ്. ലോക ബില്യാർഡ്സ് ചാമ്പ്യനാണ് മനോജ് കോത്താരിയാണ്. 72ാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റിന് ഉദ്ഘാടനം ചെയ്തത് വാരണാസിയിലാണ്. 72ാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തത് വാരണാസിയിലാണ്. 2026 T20 ലോകകപ്പിൽ ഒമാൻ ടീമിന്റെ ക്യാപ്റ്റനാകുന്ന ഇന്ത്യൻ വംശജനാരാണ്? അത് ജതീന്ദർ സിംഗ് കേട്ടോ. ജതീന്ദർ സിംഗ് ആണ് ഒമാൻ ടീമിന്റെ ക്യാപ്റ്റനാകുന്ന ഇന്ത്യൻ വംശജനാണ് ജതീന്ദർ സിംഗ് ആണ്. 2ാമത് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ വേദി ദാമൻ ദിയു ആണ്.